നെക്സ്റ്റ് നമുക്ക് കുറച്ച് മൾട്ടി ഡെൻഡേറ്റ് ലിഗാൻഡ്സ് നോക്കാം. സം മൾട്ടി ഡെൻഡേറ്റ് മോർ ദാൻ ലിഗാൻഡ്സ് വിത്ത് മോർ ദാൻ one donor sites are collectively called multi-dentate ligands. നമുക്ക് നെയിം ഓഫ് ദ സ്പീഷീസ് ഫസ്റ്റ് കോളം, സെക്കൻഡ് ഫോർമുല ഒരു കോളം, നെക്സ്റ്റ് ചാർജ് നോക്കാം. അബ്രീവിയേഷൻ ചിലപ്പോഴൊക്കെ അബ്രീവിയേഷൻ മോഡലേ കാണിക്കുള്ളൂ. അതിനകത്ത് വലിയ മോളിക്യൂൾസ് ഒക്കെ വരുമ്പോൾ അതിന്റെ അബ്രീവിയേഷൻ കാണിക്കും. പിന്നെ ഡോണർ സൈറ്റ്സ് എത്രയുണ്ട്? ഒരു ഡോണർ സൈറ്റ് ആണെങ്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു മോണോഡെൻഡേറ്റ്. രണ്ടാണെങ്കിൽ രണ്ടിൽ കൂടുതലുള്ളത് ഡൈഡെൻഡേറ്റ് ഓർ ബൈഡെൻഡേറ്റ്, ടെർഡെൻഡേറ്റ് ഓർ ട്രൈഡെൻഡേറ്റ്, ടെട്രാഡെൻഡേറ്റ് അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ. ശ്രദ്ധിച്ചു പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ നമ്മൾ പരിചയപ്പെടുത്തുന്നുള്ളൂ. എത്തിലീൻ വെരി കോമൺ ആണ്. എത്തിലീൻ ഡയാമിൻ എന്താണ്? എത്തിലീൻ സ്പെല്ലിംഗ് നോക്കാം. എത്തിലീൻ ETHYLENE, ഡയാ DIA ഡയാ അമീൻ, പിന്നെ അമീൻ്റെ എയും കൂടി കേട്ടോ, ഡയാമിൻ DIAAMIN, എത്തിലീൻ ഡയാമിൻ. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരിതാണ്. നമ്മൾ എത്തിലീൻ വരയ്ക്കാൻ നിങ്ങൾ CH2 ഇതല്ലേ എത്തിലീൻ വരുന്നത് അല്ലേ. അതിന്റെ ഡയാമിൻ വരയ്ക്കുക. ഇവിടെ ഒരു NH2 വരും. അതുകൊണ്ട് ഇവിടെ ലോൺ പേരുണ്ട്, ഇവിടെ ഒരു NH2 കൂടി വരും. നിങ്ങൾ NH2 എഴുതിയാൽ മതി കേട്ടോ, ലോൺ പേര് ഉണ്ടോ. ഇങ്ങനെ വരയ്ക്കേണ്ട. NH2 അല്ലേ, NH2 ലോൺ പേര്. രണ്ട് ഡോണർ സൈറ്റ് 1 2 ഉണ്ടോ. രണ്ട് ഡോണർ സൈറ്റ് രണ്ട് കോർഡിനേറ്റ് ബോർഡ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു മെറ്റലാറ്റം ഉണ്ടെങ്കിൽ ഇവൻ ഇവിടുന്ന് ഒരു കോർഡിനേറ്റ് ബോർഡ് നല്ല ലെങ്തിയാണ്. ആ വാട്ടറിലൊക്കെ രണ്ട് ലോൺ പേർ ഉണ്ടെങ്കിലും ഓക്സിജൻ തന്നെയാണെങ്കിലും ചെറിയ മോളിക്കുകളുണ്ട്. ആ ഒരു ഓക്സിജൻ രണ്ട് ബോർഡ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇതിന് കൂടി വലിപ്പമുണ്ട് അല്ലേ. ഇവിടുന്ന് ഉണ്ടാവും. നമ്മൾ ലിഗാൻഡ്സിന്റെ എണ്ണം പറയും. ഒരു ലിഗാൻഡ് ഉണ്ടെങ്കിലും ഇതിന്റെ കോർഡിനേഷൻ നമ്പർ പറയും. കോർഡിനേഷൻ നമ്പർ പറയുമ്പോൾ എത്ര കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടെന്ന് നോക്കിയാൽ മതി. ആക്ച്വലി ഒരു കോർഡിനേറ്റ് ലിഗാൻഡേ ഉള്ളൂ, പക്ഷേ കോർഡിനേഷൻ നമ്പർ രണ്ട് ബോണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് രണ്ടാണ് എന്താ പറയുന്നത് ഇതിന്റെ കോർഡിനേഷൻ നമ്പർ. നമുക്ക് കോർഡിനേഷൻ നമ്പർ അറിയാവുന്ന കേസാണ്. എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. എത്തിലീൻ അമീൻ ഡയാമിൻ, എത്തിലീൻ ഡയാമിൻ, രണ്ട് അമീൻ, ചാർജ് ഒന്നുമില്ലല്ലോ, സീറോ ചാർജ്. അബ്രീവേഷൻ നമുക്ക് ചെറുതായിട്ട് സ്മോളായിട്ട് കാണിക്കാം. ഈ എന്ന സ്മോൾ ലെറ്റർ എന്നാ കാണിക്കാറ്? എത്തിലീൻ ഡയാമിൻ. വെരി ഇമ്പോർട്ടൻറ്റ് പഠിക്കണം എത്തിലീൻ ഡയാമിൻ. ഇനി രണ്ടാമത്തത് ഒരാളുണ്ട്. എന്താണെന്ന് നോക്കുക. നമുക്ക് സ്ട്രക്ചർ വരച്ചിട്ട് തന്നെ നോക്കുക. പിറിഡിന്റെ സ്ട്രക്ചർ വരയ്ക്കില്ലേ നിങ്ങൾ? പിറിഡിൻ നൈട്രജൻ വരച്ചിട്ട് പിറിഡിൻ കണ്ടോ. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇവിടെ നോക്കുമ്പോൾ രണ്ടാമത്തെ ആളായിരുന്നു അല്ലേ. ഇവിടെ നോക്കുക. അടുത്ത പിറിഡിൻ റിംഗ് വരക്കാം. ബെൻസ് റിംഗിൽ ഒരു കാർബൺ മാറിയിട്ട് നൈട്രജൻ ആയിരിക്കുന്നത് C6 അല്ല C5 ആണെന്ന് അറിയാം. ഇവിടെ ലോൺ പേരുണ്ട്. അപ്പോൾ വേണ്ടോ രണ്ട് ഇവനും നമുക്ക് രണ്ട് കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ രണ്ടാമത്തെ ബൈപിരിഡൈലാണ് പറഞ്ഞത്. ഇത് ബൈപിരിഡൈലാണ്, രണ്ട് പിരിഡിനാണ് പിരിഡൈൽ PYR അല്ലെ. ബൈപിരിഡൈലാണ് PYR എന്താണ് PY എടുക്കുള്ളൂ RIDYL ബൈപിരിഡൈൽ. രണ്ടാമത്തെയും രണ്ടാമത്തതാണ് 2, ഇതിൽ രണ്ടാമത്തെ പൊസിഷൻ, ഒരാളുടെ 2,2 എന്താ പറയാ ഇവിടെ ഒരു മുകളിലത്തെ ഡാഷ് 2,2 ഡാഷ് ബൈപിരിഡൈൽ. ഇവിടെ നിന്നും രണ്ടാമത്തതും ഇവിടെ നിന്നും രണ്ടാമത്തതിലുമാണ് ബോണ്ട് വന്നിരിക്കുന്നത്. 2,2 ഡാഷ് ബൈപിരിഡൈൽ എന്റെ പേര്. സാധാരണ ഇതൊക്കെ അത്ര കോമൺ അല്ല എങ്കിൽ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത്. ഇവിടെ ഇത് ബൈപി എന്നാ പറയാറ്. ബൈപെരിമിഡൽ ബൈപി. ചാർജ് ഒന്നുമില്ല, സീറോ ചാർജ്. എത്ര സൈറ്റ് ഉണ്ട്? 2 സൈറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു മൾട്ടി ഡെൻഡേറ്റ് ലിഗാൻഡ് ഫോം ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഫോം ചെയ്ത് വെക്കാം. പേര് അറിഞ്ഞേ കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കാൻ പറ്റും. നിങ്ങൾ കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് രണ്ടെണ്ണം പഠിച്ചു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വേറെ ഒരെണ്ണം, ഓക്സലേറ്റ് അയോൺ. ഇതാണ് ഓക്സലേറ്റ് അയോൺ. ഓക്സാലിക് ആസിഡ് അറിയാലോ. ഓക്സലേറ്റ് അയോൺ എന്ന് പറയുമ്പോൾ ഓക്സാലിക് ആസിഡിന്റെ ഫോർമുല എന്താണ് അല്ലേ? അറിയാം. COOH അറിയാം അല്ലേ? എന്താണ് COOH. അഥവാ സ്ട്രക്ചർ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? COH C double bond OH
അല്ലെ, COH അല്ലെ, ഇങ്ങനെയും പറയാം നിങ്ങൾക്ക്. പറയുന്നു ഞാൻ ഇതിൽ നിന്ന് ഒരു എച്ച് പോയി കഴിഞ്ഞാൽ എന്തായി മാറി? O മൈനസ് ആയി മാറി. ഇതിൽ നിന്ന് ഒരു എച്ച് പോയി കഴിഞ്ഞാലോ ഒരു O മൈനസ് ആയി മാറി. കണ്ട, COH എഴുതിയത് മാത്രം. ഇതാണ് ഓക്സലേറ്റ് അയോൺ. ഓക്സലേറ്റിൽ എത്ര ചാർജ് ഉണ്ട് ഇവിടെ? ഒരു മൈനസ് -2 ചാർജ് ഉണ്ട് ഓക്സലേറ്റ് അയോൺ. ഇതിനെ ചിലർ ഇങ്ങനെ കാണിക്കും, എങ്ങനെ കാണിക്കാം? C ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട്, C ഡബിൾ ബോണ്ട് O, ഇങ്ങനെയും കാണിക്കാട്ടോ. നിങ്ങൾ കണ്ട് ഇത് സെയിം തന്നെയാണ് അല്ലെ. ഇതിനെ തിരിച്ചിട്ട് ചെയ്തെന്ന് മാത്രം. ഓക്സലേറ്റ് അയോൺ ചാർജ് എത്ര? -2 ചാർജ് ആണുള്ളത് ഓക്സലേറ്റ് അയോൺ. ഓക്സലേറ്റ് OX എന്ന നമ്പർ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. OX ഓക്സലേറ്റ് അയോൺ കാണിക്കുന്നത്. രണ്ട് ഡോണർ സൈറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ 2 ആണ് പറയുന്നത്. ഓക്സലേറ്റ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്സലേറ്റ് അയോൺ മറന്നു പോകരുത്. ഇനി നാലാമത്തത് ട്രൈ എത്തിലീൻ ടെട്രാമീൻ എന്ന സാധനമാണ്. എന്താണെന്ന് നോക്കാം. ട്രൈ എത്തിലീൻ ടെട്രാമീൻ രണ്ടേ കേട്ടോ. ശ്രദ്ധിച്ചു മനസ്സിലാക്കുന്നത്. ട്രൈ എത്തിലീൻ ടെട്രാമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൈ എത്തിലീൻ ടെട്രാമീൻ നോക്കിക്കോളൂ. CH2 NH CH2 ടോയ്സ് 2 1 3 ട്രൈ എത്തിലീൻ ടെട്രാ അമീൻ. ഇവിടെയും വേണം CH2 NH, ഇവിടെ പോകണ്ട, ലോൺ പേരുള്ളത് CH2 ടോയ്സ് ടെട്രാമീൻ അല്ലേ. അവിടെ ടെട്രാ അമീൻ വേണം. ഒരു അമീനായി, രണ്ട് അമീനായി. ഇവിടെ ഒരു NH2 കൂടി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? അവിടെയും കൂടി ഒരു NH2 കൊടുത്തു കഴിഞ്ഞാലായി. അപ്പോൾ എത്രയാണ്? അപ്പോൾ കുറേ ആയാലും ഇവിടെ അല്ലേ. 1 2 ഇവിടെ വേണം. 1 2 3 4 എത്രയുണ്ട് ഇവിടെ? ഡോണർ സൈറ്റ് 4 ഡോണർ സൈറ്റ്. ചാർജ് ഒന്നും കാണുന്നില്ല, ചാർജ് ഒന്നും ഇല്ല. ട്രൈ എത്തിലീൻ ഇവിടെ 2 3 എത്തിലീൻ ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ NH ഉണ്ട്, ഇവിടെ NH ഉണ്ട്, ഇവിടെ NH ഉണ്ട്. 4 സൈറ്റ് ഉണ്ട്. അതിനെ ട്രൈ എത്തിലീൻ ടെട്രാമീൻ എന്ന് വിളിക്കുന്നത്. ട്രൈ എത്തിലീൻ ടെട്രാമീൻ. ട്രൈ TRIE എന്നാ പറയാ. TRIEN. ഇപ്പൊ TRIEN കണ്ടാൽ ട്രൈ എത്തിലീൻ എന്ന് പറയണ്ട, ഡയാമീൻ എന്ന് പറയണം. ഇതിനെ ട്രൈ എന്നാ വിളിക്കാറ്. ട്രൈ എത്തിലീൻ TRIE 2. എത്തിലീൻ ഡയാമീൻ്റെ EN കാണിക്കുന്നത്. കാരണം എത്തിലീൻ ഡയാമിനെ പഠിച്ചു നമ്മൾ. എത്തിലീൻ ഡയാമിൻ എന്ന് പറഞ്ഞാൽ EN ആണ് കാണിക്കുന്നത്. അപ്പൊ NH2 CH2 ആണ് എത്തിലീൻ ഡയാമിൻ. അപ്പൊ NH കണ്ടില്ലേ? CH2 നോക്ക് നിങ്ങൾ ഇവിടെ തന്നെ നോക്കിക്കോളൂ. NH ഒരു H മാറി, അവിടെയാണ് ഒരു CH2 ഗ്രൂപ്പ് വന്നാക്കുന്നത്. ബാക്കി NH CH2 ടോയ്സ്, ആ CH2 ടോയ്സ് വന്ന് NH2. അപ്പൊ നോക്കുക, ഇതൊരു എന്താണ്? എന്താ പറയുന്നത്? എത്തിലീൻ ഡയാമിന. ഇതൊരു എത്തിലീൻ ഡയാമിന. ഇതുവരെ ഇതൊരു എത്തിലീൻ ഡയാമിൻ തന്നെയാണ്. ഇപ്പൊ 2 എത്തിലീൻ ഡയാമിനാണ് അവിടെ വന്നിരിക്കുന്നത്. നോക്കുക. ഇപ്പൊ ട്രൈ എത്തിലീൻ ഡയാമിൻ എന്ന് പറയുന്നത് ഇതിനെ വിളിക്കുന്നത് ട്രൈ എത്തിലീൻ ഡയാമിൻ. എത്തിലീൻ ഇവിടെ ഒരു എത്തിലീൻ, ഇവിടെ ഒരു എത്തിലീൻ, ഇവിടെ ഒരു എത്തിലീൻ. മനസ്സിലായോ? ട്രൈ എത്തിലീൻ വരുന്നത് ഇതൊരു എത്തിലീൻ ഡയാമിൻ. അങ്ങനെ നോക്കി, ഇതൊരു എത്തിലീൻ ഡയാമിൻ, ഇതൊരു എത്തിലീൻ ഡയാമിൻ. CH2 ടോയ്സ് എന്ന് കാണിച്ചോളൂ. എത്തിലീൻ ഡയാമിൻ ആണ്. ഈ ഒരു എത്തിലീൻ ഇവിടെ ട്രൈ എത്തിലീൻ ആണ്. ട്രൈ എത്തിലീനും വന്നിട്ടുണ്ട് അല്ലേ. എത്രയുണ്ട്? ടെട്രാ അമീനാണ്. എന്താ പറയുക? 4 അമീൻ ഉണ്ട്. 1 2 3 4 പേര് നോക്കുക. ഇത് ഡയാമീൻ, ഇവിടെ ഡയാമീൻ. അതുകൊണ്ടാണ് ടെട്രാ അമീൻ എന്ന പേര് വന്നത്. എന്തുകൊണ്ട് ട്രൈ എത്തിലീൻ വിളിക്കാൻ കാരണം? ഇവർ നോക്കുക, എത്തിലീൻ ഇതൊരു എത്തിലീൻ ആണ്. ഒരു എത്തിലീൻ ആയി ഇവിടെ കണ്ട. ഈ പറഞ്ഞ CH2 ടോയ്സ് വന്നില്ലേ, ഒരു എത്തിലീൻ. ഇവിടെ ഒരു എത്തിലീൻ വന്നോ, 2 എത്തിലീൻ ആയി. ഇതൊരു എത്തിലീൻ ആണോ? ഇതാണ് 3. അതുകൊണ്ട് മറന്നു പോരുത്. എത്തിലീൻ ട്രൈ എത്തിലീൻ. ഒരു അമീൻ 4 ടെട്രാമീൻ പേര് വന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കി വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. ട്രൈ എത്തിലീൻ ടെട്രാമീൻ. ഇനി അടുത്തത് നോക്കാം നമുക്ക്. ഞാൻ മാച്ച് കളഞ്ഞോട്ടെ, നിങ്ങളെല്ലാം ശ്രദ്ധിക്കാം. ട്രൈ എത്തിലീൻ ടെട്രാമീൻ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശദമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. അല്ലെങ്കിൽ ബൈഹാർട്ട് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും സാധിക്കുന്നതല്ല കേട്ടോ. ഇനി നമുക്ക് എത്തിലീൻ ഡയാമീൻ ട്രൈ അസിറ്റേറ്റ് അയോൺ. എത്തിലീൻ ഡയാമീൻ എന്താ പറയുക? എത്തിലീൻ ഡയാമീൻ എന്താ പറയുക? ട്രൈ അസിറ്റേറ്റ് അയോൺ. ട്രൈ
അസിറ്റേറ്റ്, പേര് പഠിപ്പിച്ചതായിട്ട് അസിറ്റേറ്റ് അയോൺ എങ്ങനെ വരും? എത്തിലീൻ ഡയാമിൻ ട്രൈഅസിറ്റേറ്റ്, എത്തിലീൻ ഡയാമിൻ. നിങ്ങൾ എത്തിലീൻ ഡയാമിൻ നോക്കി, നേരത്തെ വരച്ച മാതിര അല്ലെ. എത്തിലീൻ ഡയാമിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് എത്തിലീൻ ഡയാമിൻ ആണല്ലോ നേരത്തെ പഠിച്ചത്. എത്തിലീൻ ഒരമീൻ ഒരമീൻ ആണല്ലോ. അതിനെ തന്നെ ഞാൻ ഇപ്രകാരം വരച്ചോട്ടെ, തിരിച്ചു വരച്ചോട്ടെ. എത്തിലീൻ ഡയാമിൻ CH2 ബോണ്ട് CH2 അല്ലേ. ഇവിടെ ഒരു അമീൻ NH2 NH2. ഇതിൽ എത്തിലീൻ ഡയാമിനായാലും ഇനി ഈ എച്ചിനെ ഒന്നും കൂടി ഞാൻ വരച്ചോട്ടെ, ഇങ്ങനെ വരച്ചായിക്കോട്ടെ NH2. ഓക്കെ, ഒരച്ചായി. ഇവിടെ എത്തിലീൻ ഡയാമിനായി. ഇനി ട്രൈഅസിറ്റേറ്റ് അയോൺ ഉണ്ട്, 3 അസിറ്റേറ്റ് അയോൺ കാണണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു എച്ചിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. അസിറ്റേറ്റ് അയോൺ നമ്മൾ അസിറ്റേറ്റ് അയോൺ ഫോർമുല പറിച്ചിട്ടുള്ളതാണ്. CH3CO- ആണ്. അവിടെ CH3 വരാൻ പാടില്ല. ഇവിടെ ബോണ്ട് ഉള്ളതുകൊണ്ട് CH2COO-. എത്ര വേണം അസിറ്റേറ്റ് അയോൺ? ട്രൈ ആണ്. അപ്പൊ ഈ എച്ചിനെ എനിക്ക് കളയാലോ. CH2 ബോണ്ട് CO, നമുക്കറിയാം CH3CO- ആണ് അസിറ്റേറ്റ്. ഇവിടെ ഒരു ബോണ്ട് ഉള്ളതുകൊണ്ട് CH3 വരാൻ പാടില്ല, CH2. ഇനി ഒരെണ്ണം എടുത്ത് കളയാൻ എനിക്കാണെങ്കിൽ CH2COO-. എത്ര 1 2 3 3 ഡോണർ സൈറ്റ്സ് ഉണ്ട് അല്ലേ. 3 ഡോണർ സൈറ്റ് ഉണ്ട് ഇവിടെ. ശ്രദ്ധിക്കുക, 3 അല്ലല്ലോ ഇവിടെ 3 അല്ലോ. ഇവിടെ നൈട്രജൻ ലോൺ പെയർ ഇല്ലേ അല്ലേ. അപ്പൊ എത്ര വരും നിങ്ങൾക്ക് ഇവിടെ? 5 ഡോണർ വരില്ലേ? എന്ത് പറയും? 5 1 2 3 4 5 1 2 3 നൈട്രജൻ അല്ലേ. നൈട്രജൻ 5 ആണ് ഡോണർ സൈറ്റ്സ് കേട്ടോ. മാർക്ക് ചെയ്തത് പേര് കേട്ടോ. എത്തിലീൻ വരച്ചു, ഡയാമിൻ NH2 വരച്ചു. എന്നിട്ട് ട്രൈഅസിറ്റേറ്റിനെ എന്ത് ചെയ്തു? എച്ചിനെ കളഞ്ഞു, 3 എച്ചിനെ കളഞ്ഞു. ഇവിടെ തെച്ചും കളഞ്ഞു. അവിടെ അസിറ്റേറ്റ് അയോൺ ചേർത്ത് ഒരു എച്ചിൻ്റെ അടുത്ത് പോയില്ല, അവിടെ എച്ച് തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ പരിഹാട്ട് പഠിച്ചാലേ മാത്രമേ നമുക്ക് അരീവ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. 5 ഡോണർ സൈറ്റ്, ഈ 2 നൈട്രജനും 3 ഇതും ഓക്സിജനും വരുമ്പോൾ 5 ആണ്. ഇതിനെ കാണിക്കുന്നത് ചാർജ് ഉണ്ടല്ലോ 1 2 3 -3 ചാർജ് ആണ്. അബ്രിവിയേഷൻ കാണിക്കുന്നത് EDTA കാണിക്കുന്നത് എത്തിലീൻ ഡയാമിൻ ടെട്രാസിറ്റേറ്റ് EDTA. EDTA 3 ചാർജ് ഉള്ളതുകൊണ്ട് 3- എന്ന് കാണിക്കും. EDTA 3- നോക്കാം. ഞാൻ ഒരെണ്ണം അടുത്തോട് തരയാണ്. എത്തിലീൻ ഡയാമിൻ ടെട്രാസിറ്റേറ്റ് ആയി തരാം. എത്തിലീൻ ഡയാമിൻ ട്രൈക്കോരൻ ടെട്രാ അസിറ്റേറ്റ് അയോൺ. എന്താണ്? വേറെ ഒന്നുമില്ല. നിങ്ങൾ എത്തിലീൻ ഡയാമിൻ വരയ്ക്കുക. ഇതാണല്ലോ എത്തിലീൻ ഡയാമിൻ NH2 ആണല്ലോ. ഇവിടെ NH ഇതാണല്ലോ കണ്ടോ. CH2 NH2 എത്തിലീൻ ഡയാമിനായി. അവിടെ എത്തിലീൻ ഡയാമിൻ ഓക്കെ. ടെട്രാസിറ്റ് ആക്കാൻ 4 പേരും കണ്ടോ. EH കളയാം. ഇവിടെ എല്ലാം ആര് വരും? അസിറ്റേറ്റ് അയോൺ എന്ന് പറഞ്ഞാൽ CH2CO-. ഇവിടെ വന്ന സാധനം തന്നെ CH2CO-. രണ്ടെണ്ണം വന്നിവിടെ. ഇവിടെ CH2CO-. 1 2 3 4 എന്താണ് 5 6 എത്ര വരുന്നുണ്ട് പൊസിഷൻ? ഇവിടെ 1 ഇവിടെ 1 2 3 4 5 6 സ്ഥലം വന്നു. അതുകൊണ്ട് ഡോണർ സൈറ്റ് 6 ആണ്. 6 കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും ഒരു മെറ്റലായിട്ട്. കണ്ടോ നോക്കുക. ചാർജ് എത്രയാണ്? 1 2 3 4 -4 ചാർജ് ആണ്. അബ്രിവിയേഷൻ EDTA 4- പറയാം. EDTA 4- എത്ര ഉണ്ട് നോക്കിയാൽ പൊസിഷൻ ഒക്കെ. ഇത് മറന്നു നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾ മുങ്ങിപ്പോകട്ടെ. അതിനായിട്ട് ഇതൊരു ഫിലിമിൽ പറഞ്ഞ മാതിരി ഞാൻ തന്നത് മുങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞാൽ ഇവിടെ നൈട്രജൻ 2 പേരുണ്ട്. അവനിലാണ് ഇവരെല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. 1 2 3 4 5 6 ഇത്രയാണ് മൾട്ടി ടെൻഡിറ്റി ക്യാൻസർ. അതിന്റെ അബ്രിവിയേഷൻ ഇതൊക്കെ പറയുന്നത് മനസ്സിലാക്കുക. മറന്നുപോയി. എത്തിലീൻ ഡയാമിൻ ആണ് എല്ലായിടത്തും ഒരു മെയിൻ സാധനം കേട്ടോ. ആദ്യം എത്തിലീൻ ഡയാമിൻ പഠിച്ചില്ലേ, അതിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം ഡിറൈവ് ചെയ്ത് വന്നാക്കുന്നത്. അപ്പൊ എത്തിലീൻ ഡയാമിൻ എന്ന് പറയുമ്പോൾ ഇത് ആലോചിച്ച് നോക്കാം. ഡയാമിൻ നമ്മൾ ഇവിടെ ഒരു NH2 ഇവിടെ NH2 വരും. മനസ്സിലായതോ? ഇനി അതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ എച്ച് പോയിട്ട് ഹൈഡ്രജന്റെ 2 ഇത് റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ സാധനങ്ങളെല്ലാം വന്നിട്ടുള്ളത്. ഓക്കെ.